വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയുന്നത്. വിശ്വസിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ മഹത്വം കാണുകയല്ല, അത് അനുഭവിക്കുവാൻ കഴിയുന്നത്, അത് പ്രാപിക്കുവാൻ കഴിയുന്നത്. ഇന്ന് സഭയുടെ ഏറ്റവും വലിയ പോരാട്ടം പുറത്തല്ല, അത് അകത്താണ്. പുറത്ത് പീഡനം കുറവാണ്, അകത്ത് ഒത്തുതീർപ്പുകൾ കൂടുതലാണ്. ഇങ്ങനെ സാത്താൻ ആദ്യം ആരാധനയല്ല നിർത്തിക്കുന്നത്. പിന്നെന്താ നിർത്തിക്കുന്നതെന്നറിയോ? ആദ്യം അവൻ നിന്റെ പ്രാർത്ഥന നിർത്തിക്കും. അവൻ നിന്റെ പ്രാർത്ഥന തുടങ്ങാൽ നിന്റെ വിശ്വാസം അനുസരിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടത്തില്ല. അതുകൊണ്ട് ആദ്യം നിന്റെ പ്രാർത്ഥന ഇല്ലാതാക്കും, ആദ്യം നിന്റെ കൂട്ടായ്മ ഇല്ലാതാക്കും, ആദ്യം നിന്റെ പ്രാർത്ഥന തണുപ്പിക്കും. അതിനുശേഷം എന്താ സംഭവിക്കുന്നതെന്നറിയോ? വിശുദ്ധി നഷ്ടമാണ്. അവസാനം വിശ്വാസം തകർക്കും. ഇന്ന് പ്രാർത്ഥന കുറഞ്ഞവരുണ്ടോ? വിശുദ്ധി നഷ്ടമായവരുണ്ടോ? വിശ്വാസം തകർന്നവരുണ്ടോ? അതെ, അവസാന കാലത്തിന്റെ ലക്ഷണമാ. ഇന്ന് സഭയ്ക്ക് ശത്രു പുറത്തല്ല, വ്യാജ ഉപദേശങ്ങളാണ്, സത്യത്തിന്റെ രൂപത്തിലുള്ള അസത്യമാണ്, ആത്മീയതയുടെ രൂപത്തിലുള്ള ജഡീകതയാണ്, ഭക്തിയുടെ രൂപത്തിലുള്ള അഭിനയമാണ്. പരിശുദ്ധാത്മാവില്ലാത്ത ശുശ്രൂഷയാണ്. ദൈവം ഇന്ന് ചോദിക്കുന്നു, നിന്റെ വിശ്വാസം ഇപ്പോഴും ജീവനോടെയുണ്ടോ? യൂദയുടെ അതേ ലേഖനത്തിലെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, വേഗത്തിൽ വായിച്ചു. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ നിഷ്കാമ വൃത്തിക്കും ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നു. അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അഭക്തരായ ചിലർ നുഴഞ്ഞു വന്നിരിക്കുന്നു. എവിടെയാണ്? സഭയ്ക്കകത്ത്. അവൻ കൂട്ടായ്മയ്ക്കകത്ത്. അവൻ ചിലർ ഒളിഞ്ഞു കയറിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, അതെ, സാത്താൻ വാതിൽ തകർത്തല്ല വരുന്നത്, അവൻ ഒളിഞ്ഞു കയറി. അവൻ നേരെ വരുത്തി. അവൻ എങ്ങനെയാണ് സാത്താൻ വരുന്നതെന്നറിയോ? ചെറിയ ഒത്തുതീർപ്പുകളിലൂടെ. അത് ചെറിയ അനുസരണകളിൽ, ചെറിയ പാപങ്ങളിലൂടെ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ചെറിയ കാര്യങ്ങളിലും നമ്മെ ശ്വാസിക്കുന്നത്. വലിയ പാപമൊന്നും ചെയ്യണ്ടെന്നേ. ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാറില്ലേ? അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെയാണ് ദൈവം അധികത്തിന് വിധാനമാക്കുന്നത്. പ്രിയരെ, ഇന്നത്തെ സഭയ്ക്കുള്ള മുന്നറിയിപ്പ്, സുവിശേഷം മാറിയിട്ടില്ല, പക്ഷെ അതിന്റെ അവതരണം പലപ്പോഴും മാറിയിരിക്കുന്നു. മാനസാന്തരം പറയാതെ അനുഗ്രഹം മാത്രം പറയുന്ന പ്രസംഗം, അതാണ് എല്ലാവർക്കും താല്പര്യം, അതാണ് എല്ലാവർക്കും ഇഷ്ടം. അവിടെയാണ് ആളുകൾ ഓടിക്കൂടുന്നത്. അത് അപകടകരമാണ്. ക്രൂശില്ലാത്ത ക്രിസ്തീയത അപകടകരമാണ്. എന്താണ് വിശ്വാസം? വിശ്വാസം ഒരു വികാരമല്ല, അത് ഒരു അനുഭവമല്ല, ഒരു ഞായറാഴ്ചയിൽ ആരാധന മാത്രമല്ല. വിശ്വാസം യേശുവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യൂദ 5, 6, 7 വാക്യങ്ങളിൽ 3 ഉദാഹരണങ്ങളോടുകൂടെ അഭിഷക്തൻ ദൈവസഭയോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. സമയം വളരെ പോകുന്നത് കൊണ്ട് വേദഭാഗങ്ങൾ നിങ്ങൾ പിന്നീട് വായിക്കുക. യൂദയുടെ ലേഖനം മുഴുവനും വായിക്കണം. അധ്യായത്തിൽ നിന്ന് ഇന്ന് രാത്രി സ്വർഗ്ഗത്തിനോട് സംസാരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഇസ്രായേൽ
അതെ, എവിടുന്ന്? ഈജിപ്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഇസ്രായേൽ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പറയുമ്പോ ദുരുപദേശമാണെന്ന് ആരും ചിന്തിക്കരുത്. അവൻ ദൈവം ഇസ്രായേലിനെ വിടുവിച്ചത് അവിടുന്ന്. പക്ഷേ അനുസരണക്കേട് അവരെ നാശത്തിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. വിടുതൽ ലഭിച്ചത് മാത്രം പോരാ, വിശുദ്ധിയിൽ നിലനിൽക്കണം. ഹല്ലേലൂയ. രണ്ടാമതായി അവൻ ദൂതന്മാർ, ഹല്ലേലൂയ, അവർ സ്ഥാനത്ത് നിലനിന്നില്ല. കാരണം അഹങ്കാരം അവരെ വീഴ്ത്തി. സഭയിലെ ഏറ്റവും വലിയ അപകടം പലപ്പോഴും പുറത്തുള്ള പാപമല്ല, അകത്തുള്ള അഹങ്കാരമാണ്. ഹല്ലേലൂയ. മൂന്നാമതായി അവന്റെ ഭാഗത്ത് നിന്ന് പരിശുദ്ധാത്മാവ് സഭയെ പഠിപ്പിക്കുന്നത് അവൻ ശോഭോപമയുടെ പാപമാണ്. അവൻ സാധാരണമാക്കിയ, അവൻ പാപത്തെ സാധാരണമാക്കിയ സമൂഹം. ഹല്ലേലൂയ. ദൈവം മുന്നറിയിപ്പ് നൽകി. അവർ കേട്ടില്ല കേട്ടോ, പക്ഷെ വിധി വന്നു. ഇന്ന് ലോകം അതേ വഴിയിലാണ്. അതുകൊണ്ട് സഭ ഉണരേണ്ടിയിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല എന്ന് പറഞ്ഞ സഭയുടെ അംഗങ്ങളായിരിക്കുന്ന ചിലരെ ഇന്ന് രാത്രി സ്വർഗം ഉണർത്തുവാൻ പോകുകയാണ്. അവന്റെ ആത്മാവിനെ ശക്തീകരിക്കുവാൻ പോകുകയാണ്. അവന്റെ ശുശ്രൂഷയ്ക്കായി എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ആമേൻ, ഞാൻ എന്നോട് തന്നെ ഒന്ന് ചോദിക്കണം. ഹല്ലേലൂയ. ആമേൻ, ഞാൻ യഥാർത്ഥ വിശ്വാസത്തിലാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിലായിരിക്കുന്നവർ സ്വയം ഒന്ന് ചോദിച്ചേ, ഞാൻ യഥാർത്ഥ വിശ്വാസത്തിലാണ്. എന്റെ പ്രാർത്ഥന ജീവനുള്ളതാണോ? ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? ഞാൻ വിശുദ്ധി നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയരേ, യൂദ അവൻ ദൈവസഭയിലായിരിക്കുന്ന ജനത്തെ പരിശുദ്ധാത്മാവിനാൽ ആഹ്വാനം ചെയ്ത് അവൻ അഗ്നിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വചനം ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ജനത്തോട് ഇടപെടുകയാണ്. സഹോദരങ്ങളെ, യൂദയുടെ ലേഖനം നമ്മെ ഭയപ്പെടുത്തുവാൻ എഴുതിയതല്ല, നമ്മെ ഉണർത്താൻ എഴുതിയതാണ്. ദൈവം ഇന്നും ഒരു വിശുദ്ധ സഭയെ അന്വേഷിക്കുകയാണ്. ഇന്നും ജീവോധ പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ അന്വേഷിക്കുകയാണ്. ഇന്നും വചനത്തിന് വേണ്ടി വിലമെടുക്കുന്ന വിശ്വാസികളെ അന്വേഷിക്കുകയാണ്. നാം ആ തലമുറയായിരിക്കുമോ? ഇന്ന് രാത്രി ആ ശബ്ദം ഓർക്കുന്നവർ ആ മാനവീയതയിൽ ഇരുന്നതുപോലെ ഒരുവനെ പറ്റിയിരിക്കുമെങ്കിൽ അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആത്മാവിന്റെ പകർച്ച ഇന്ന് രാത്രി ചില ജീവിതങ്ങളിൽ സംഭവിക്കുക. ചില പ്രവാചകന്മാരെ എഴുന്നേൽക്കുക, ചില പ്രവാചകന്മാരെ എഴുന്നേൽക്കുക, ചില തലമുറകളെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗത്തോടെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയോ എന്ന് രാത്രി ഒരു മനപ്പെട്ട വാണിക മുറിക്കടക്ക കേട്ട വാഗ്ദത്തം പ്രാപിപ്പാനിരുന്നത് പോലെ ഇരിക്കുന്ന ആരുണ്ട്? ആത്മാവ് ഇറങ്ങി വരുന്നു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആ കാരാഗ്രഹത്തിനകത്ത് വിളികണ്ടിറങ്ങി തിരിച്ച അഭിഷക്തന്മാർ അവരെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായിരുന്നത് പോലെ ഇന്ന് രാത്രി ചില ജീവിതങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി അകത്ത് പ്രാപിച്ച ആത്മാവിന്റെ തീ അണഞ്ഞു പോകാതെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പിടിക്കോ. അവർ ചിറകടിച്ചുയരുന്ന കഴുകന്മാരെ പോലെ പറന്നുയരുവാൻ തക്കവണ്ണോ ശക്തീകരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം. ചിലരുടെ ബന്ധനങ്ങൾ അഴിയുന്നു, ചില രോഗങ്ങൾ സൗഖ്യമാകുന്നു, ചില തലമുറകൾ പാപത്തിൽ നിന്ന് പിന്തിരിയുന്നു. ദൈവിക പദ്ധതിയുടെ ഭാഗമായി ചില തലമുറകളെ ദൈവം ചില മാതാപിതാക്കളുടെ കണ്ണുനീരിന് മറുപടിയായി തിരിക്കുന്ന രാത്രി
ഓ അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്ന് പറഞ്ഞ് തിരിഞ്ഞു വന്ന തലമുറയെ പോലെ ചില മാതാപിതാക്കളുടെ കണ്ണുനീരിന്റെ മറുപടി പരിശുദ്ധാത്മാവ് അയക്കുന്ന രാത്രി. ഓ സാരാഗബബബ ശാന്തരാധന ഈഗൽ കമനദനഗസി. ഹല്ലേലൂയ, ഹല്ലേലൂയ. തങ്കമണി, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ. തകർന്നു പോയതിന്, ഉടഞ്ഞു പോയതിന് അവൻ ജീവൻ എഴുന്നേൽപ്പിച്ച ആത്മാവ് വചനത്തിന്റെ ശക്തിയുടെ വെളിപ്പെട്ടതുപോലെ ചില മേഖലക്കകത്ത് നീ വായിക്കുന്ന വചനം, നീ കേൾക്കുന്ന വചനം ദൈവ ശക്തിയോ ജീവനായി വെളിപ്പെട്ടു വരിക. ആമേൻ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. കുടുംബത്തിനകത്ത് ആമേൻ അതേ ശൂന്യതകൾ ആമേൻ ഇല്ലാത്തവന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ശൂന്യമായ മേഖലയിൽ വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ചില കുടുംബത്തിനകത്ത് ദൈവവചനത്തിന്റെ ശക്തിയുടെ മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. യൂദയുടെ ലേഖനം ആമേൻ അതെ 8 മുതൽ 16 വരെയുള്ള ആമേൻ വചനം നാം വായിക്കുമ്പോൾ വഞ്ചനയുടെ ആത്മാവിനെ തിരിച്ചറിയുന്ന സഭ. ആമേൻ. ഹല്ലേലൂയ. രാജാക്കന്മാരെ പോലെ വാഴുവാനാക്കി വെച്ച ഏത് കുടുംബത്തെ വീഴ്ത്തിയ വഞ്ചകൻ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, ദൈവം ഡയറക്റ്റ് ആമേൻ പോസ്റ്റ് ചെയ്തത് കേട്ടോ. ഹല്ലേലൂയ. ദൈവം ഒരു പ്രവാചകനിലൂടെ അല്ല ആദമിനോട് പറഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടി ഒരു തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, അവൻ നിനക്ക് വേണ്ടി ഒരു ജോലി ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്ന്. ദൈവം താൻ സൃഷ്ടിച്ച ഏതന് എല്ലാം ആക്കിയിട്ട് അവൻ ദൈവം തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുത്തു, അവൻ കൂട്ടിക്കൊണ്ടുപോയി ആക്കി. ഇന്ന് രാത്രി ദൈവം ഡയറക്റ്റ് ചിലരെ കൈപിടിച്ച് ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി അവൻ ചില മേഖലയിലേക്ക് ചില ജോലിയിലേക്ക് അവൻ കൊണ്ടുപോകുന്ന രാത്രി എന്ന് പറഞ്ഞ ആത്മാവിനെ പ്രവചിച്ച ഇന്ന് രാത്രി അത് ഏറ്റെടുക്കുവാൻ ആരും തയ്യാറാകും. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്റെ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ദിനങ്ങൾ അത് അടുത്തിരിക്കുന്നു. അതെ വഞ്ചനയുടെ ആത്മാവിനെ തിരിച്ചറിയുന്ന ഹല്ലേലൂയ സഭ. അവൻ ഇന്ന് സഭ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അനേകര് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വചനം പറഞ്ഞ വഞ്ചിക്കുന്നേ, അടയാളം കാണിച്ച വഞ്ചിക്കുന്നേ. ഹല്ലേലൂയ. അതിനകത്ത് കുടുങ്ങിപ്പോകാൻ തമ്പുരാൻ അനുവദിക്കാതെ അവൻ വേറിട്ട് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? പത്മോസിന്റെ ഏകാന്തതയിൽ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞപ്പോ കയറി ചെന്ന യോഹന്നാനെ അവൻ ദൈവസഭയ്ക്ക് അവൻ കർത്താവിന്റെ വരവിന് വേണ്ടി സഭയുടെ ഉത്പ്രാവണത്തിന് വേണ്ടി ഒരുക്കുവാൻ ഉപയോഗിച്ചതുപോലെ അവൻ തിരമാലകളും അവൻ ഘോരമായ തിരമാലകളുടെ ആരവവും അവൻ യോഹന്നാനെ ഭയപ്പെടുത്തിയില്ല. അവൻ 10 ദിവസത്തിൽ ആത്മാവിന്റെ വലിയ ഇടപെടൽ നിന്റെ ജീവിതത്തിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ബിന്ദു സിസ്റ്റർ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ആദ്യ ഭാഗത്ത് നാം കണ്ടത് ബിന്ദു സിസ്റ്റർ ശ്രദ്ധിച്ചോ? ഹല്ലേലൂയ. വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് എന്തുകൊണ്ടാണെന്ന് അല്ലേ? എന്തിനാ ബിന്ദു സിസ്റ്റർ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടി വരുന്നത്? ഹല്ലേലൂയ. എല്ലാരും വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിച്ചാ മതിയല്ലോ. ഹല്ലേലൂയ. എല്ലാവരും പോകുന്നത് പോലെ പോയാ മതിയല്ലോ. എല്ലാവരും ആരാധിക്കുന്നത് പോലെ ആരാധിച്ചാ മതിയല്ലോ. ആമേൻ. അതേ മാർത്തയുടെയും മറിയയുടെയും ആമേൻ ജീവിതത്തിൽ ആമേൻ ആമേൻ ചോദിച്ചാൽ അവര് പറയും ഒക്കത്തില്ല, വില കൊടുക്കേണ്ടി വന്നു. ആമേൻ. ചുമ്മാ യേശു വന്ന് ഒന്നും ചെയ്തില്ല. ആമേൻ. കാത്തിരുന്നു. ആമേൻ. കാത്തിരുന്നപ്പോൾ ആക്ഷേപിച്ചവരുണ്ട്, പഴിച്ചവരുണ്ട്, ദുഷിച്ചവരുണ്ട്. എന്നാൽ വിശ്വാസം പോകാതിരിപ്പാൻ അകത്തടത്തിൽ വീണ് ആത്മാവിന്റെ ശക്തിയിൽ കണ്ണുനീരോടെ ഇരുന്നപ്പോൾ കണ്ണുനീര് വാർത്ത ഒരു യേശുവിനെ കുറിച്ച് എനിക്ക് പറയുവാനുണ്ട്. അവൻ വിശ്വാസത്തിന്റെ നായകനോ, അവൻ പൂർത്തി വരുത്തുന്നവനോ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടി വന്നത്? ഇനി പരിശുദ്ധാത്മാവ് നമ്മെ കൂടുതൽ ആഴത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. അവൻ യൂദ സഭയെ അതെ ഭയപ്പെടുത്തുന്നില്ല. അദ്ദേഹം സഭയുടെ കണ്ണുകൾ തുറക്കുകയാണ്. ഇന്ന് രാത്രി ചിലരുടെ കണ്ണുകൾ തുറക്കാൻ പോകുകയാണ്. അത് ഏലീശയുടെ കൂടെയുള്ള ശിഷ്യൻ ഭയപ്പെട്ട് സംസാരിക്കുക. കൂടെ പ്രവാചകനുണ്ട്, പ്രവാചകന്റെ ശിഷ്യൻ എന്ന പേര്, പക്ഷേ ഭയവാ. ഇന്ന് രാത്രി കൂടെ കർത്താവിന്റെ കൂടെയാ, കർത്താവിന്റെ കൂടെയാ, പക്ഷെ ചിലരെ ഭയപ്പെട്ടിരിക്കുന്ന കാഴ്ച പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. പ്രവാചക ശിഷ്യന്റെ കണ്ണ് തുറന്നതുപോലെ ഇന്ന് രാത്രി ചിലരുടെ കണ്ണുകളെ സ്വർഗം തുറക്കുന്ന രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വമാണ്. പുറത്തുള്ള ശത്രുവിനെ നമുക്ക് എളുപ്പം തിരിച്ചറിയാം. എന്നാൽ സഭയ്ക്കുള്ളിൽ കടന്നു വരുന്ന വഞ്ച് തിരിച്ചറിയാൻ ആത്മീയ വിവേകം വേണം. സ്വത്രം പണം പോരെ കേട്ടോ, സെറ്റപ്പ് പോരെ കേട്ടോ. ഇന്ന് എല്ലാവർക്കും ഇഷ്ടം സെറ്റപ്പാണ് അല്ലെ? ആ സെറ്റപ്പ് കൊണ്ട് അകത്ത് വരുന്ന വഞ്ചനയെ തിരിച്ചറിയാൻ പറ്റത്തില്ല. ആത്മീയ വിവേകം വേണം. ഇന്ന് പരിശുദ്ധാത്മാവ് അതാണ് നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 8ാം വാക്യം. അതുപോലെ ഇവരും യൂദ വീണ്ടും 3 കാര്യങ്ങൾ നമ്മോട് പറയുന്നു. അവർ ശരീരത്തെ അശുദ്ധമാക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഞായറാഴ്ച മാത്രം അറിയുന്നവരുണ്ട്, സഭയില് ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോൾ മാത്രം അറിയുന്നവരുണ്ട് അല്ലെ? ഹല്ലേലൂയ. അവർ ശരീരത്തെ അശുദ്ധമാക്കുന്നു. 2, അവർ അധികാരത്തെ നിരസിക്കുന്നു. 3, മഹത്വങ്ങളെ ദുഷിക്കുന്നു. ഇന്നുകൊണ്ട് ഈ 3 കൂട്ടരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയ്ക്കകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിലമ്പാട് കൂടി കരയണം. തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന കരുണാമയനായ കർത്താവിന്റെ കരം ഇന്ന് രാത്രി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടും. സ്തോത്രം. പ്രിയരെ, ഇതൊരു ജീവിത ശൈലിയാണ്. ആത്മീയ സത്യം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ അധികാരത്തിന് കീഴടങ്ങാത്ത ആത്മാവ് ഒരിക്കലും പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ജീവിക്കില്ല. ഇന്ന് ലോകം പഠിപ്പിക്കുന്നത് ആർക്കും കീഴടങ്ങരുത്. ഇന്ന് മിക്ക വീടുകളിലും ഭാര്യമാര് കീഴടങ്ങത്തില്ല, പിന്നെ കീഴടക്കാൻ നോക്കി. പിന്നെ കായിക ബലം ഭാര്യക്കാണെങ്കിൽ ഭർത്താവ് കീഴടങ്ങേണ്ടി വരും. ഇതിനകത്ത് ആരും അങ്ങനെ ഇല്ല. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശ്രദ്ധിക്കണം. ലോകത്തിൽ കീഴടക്കി പല സംഭവങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ? മിക്ക സഭയ്ക്കകത്തും കീഴടക്കാൻ നോക്കുന്നവരുണ്ട്. പക്ഷെ വചനം പഠിപ്പിക്കുന്നത് ദൈവത്തിന് കീഴടങ്ങുക. ലൂസിഫറിന്റെ വീഴ്ചയുടെ കാരണം അധികാരത്തെ നിരസിച്ചതായി. അതുകൊണ്ട് ഇന്നും സാത്താൻ മനുഷ്യനെ അതേ വഴിയിലേക്ക് നയിക്കുന്നു. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആ നിലയിൽ തിരിച്ചോണ്ടിരിക്കുക. മാതാപിതാ ഗുരു ദൈവം എന്ന ആ പഴമക്കാരുടെ ചൊല്ലൊക്കെ ഇന്ന് തലതിരിച്ചിടുകയാണ് അല്ലെ? ഹല്ലേലൂയ. പോട്ടെ. അതുകൊണ്ട് സാത്താൻ മനുഷ്യനെ അതേ വഴിയിലേക്ക് നയിക്കുന്നു. യൂദയുടെ പുസ്തകം 9ാം വാക്യം. മീഖായേൽ ദൂതൻ. ഇത് വളരെ ആഴമുള്ള ഒരു വചനമാണ്. ശ്രദ്ധിക്കണം. മീഖായേൽ പോലും പിശാചിനോട് സ്വന്തം അധികാരത്തിൽ ശാപവാക്യം തീർന്നില്ല, പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, കർത്താവ് നിന്നെ ശാസിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെയാണ് ഒരു ആത്മീയ വലിയ പാഠം നമുക്ക് ഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നത്. ആത്മീയ ശക്തി ദൈവത്തിന്റെ ഉച്ചത്തിലല്ല, അത് ദൈവത്തിന്റെ അധികാരത്തിന് കീഴടങ്ങിയ ജീവിതത്തിലാണ്.
ഹല്ലേലൂയ. ഇന്ന് ആമേൻ ചില പിശാചിനെ കുറിച്ച് അധികം സംസാരിക്കുന്നു. പക്ഷെ ബൈബിൾ എന്ത് പറയുന്നു? ബൈബിൾ എന്താ പഠിപ്പിക്കുന്നത്? പിശാചിനെ ജയിക്കുന്നത് യേശുവിന്റെ നാമത്തിലാണ്. ഹല്ലേലൂയ. നമ്മുടെ ശക്തിയാലല്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു ആത്മീയ മുന്നറിയിപ്പ്. ഹല്ലേലൂയ. പിശാചിനെ നാം ഭയപ്പെടേണ്ടതില്ല. പിന്നെ ഭയപ്പെടേണ്ടത് എന്തിനാ? പാപത്തെ ഭയപ്പെടുന്നു. കാരണം പാപമാണ് ശത്രുവിന് വാതിൽ തുറക്കുന്നത്. അതെ, വിശുദ്ധിയാണ് ദൈവത്തിന്റെ സംരക്ഷണ കവചം. അതുകൊണ്ടാ യൂദ 10 പറയുന്നത്, ഇവൻ അറിയാത്തതിനെ ദുഃഖിക്കുന്നു. പ്രിയരെ, അറിവില്ലായ്മ ഒരു വലിയ അപകടമാണ്. ഹല്ലേലൂയ. ഇന്ന് പലരും വലിയ അപകടത്തിൽ ചെന്ന് ചാടുകയാണ്. വചനം പറയുന്നു, അറിവില്ലായ്മ ഒരു വലിയ അപകടമാണ്. മോശെപ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 6-ാം വാക്യം ശ്രദ്ധിക്കുക. എന്റെ ജനം അറിവില്ലായ്മയാൽ നശിച്ചു പോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പഠിക്കണമെന്ന് പറയുന്നത്. വചന പഠനം അനിവാര്യമാണ്. ഹല്ലേലൂയ. അനുഭവം മാത്രം പോരാ, വചനത്തിൽ വേരുറങ്ങണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചിലരെ വചനത്തിനകത്ത് ഉറപ്പിക്കുന്ന രാത്രിയാണ്. ബെരോബയിലെ ജനങ്ങൾ ഹല്ലേലൂയ എങ്ങനെയുള്ളവരായിരുന്നു? വചനം അങ്ങനെ തന്നെ ആണോ എന്ന് ചോദ്യം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 11-ാം വാക്യത്തില് 3 വഴികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ ഹൃദയം എന്ന് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. യൂദ പറയുന്നു, അവർ കായീന്റെ വഴിയിൽ നടന്നു. ഹല്ലേലൂയ. നിങ്ങൾ കാഴ്ചക്കാരെ പോലെ ഇരിക്കരുത്. ടിവിയുടെ സ്ക്രീനിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കരുത്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ജീവിതത്തിൽ തിരുത്തേണ്ട ഭാഗങ്ങളെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം. ഇന്ന് രാത്രി കർത്താവെങ്കിൽ നിന്ന് പ്രാപിച്ച ഈ തലമുറയിൽ അപ്പോസ്തല പ്രവൃത്തി 28 കൊണ്ട് തീർന്നില്ല. തുടർന്നുള്ള അധ്യായങ്ങളായി നാം ഓരോരുത്തരും നാം ആയിരിക്കുന്ന ദേശത്ത്, ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുന്ന ജീവിതങ്ങളായി മാറണം. ഹല്ലേലൂയ. ആമേൻ. കായീന്റെ വഴി. ഹല്ലേലൂയ. അവർ കായീന്റെ വഴിയിൽ നടന്നു. ബിലെയാമിന്റെ തെറ്റിലേക്ക് ഓടി. കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു. നോക്കിക്കേ, ഇത് 3 ആത്മീയ രോഗങ്ങളാണ്. ചിക്കൻ ഗുനിയയോ അല്ലെങ്കിൽ അറ്റാക്കോ ട്യൂമറോ മുഴയോ ഒന്നും പോകാനല്ല ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കർത്താവ് എനിക്ക് നിയോഗം തരുന്നത്. ഇന്ന് രാത്രി സഭയ്ക്കകത്ത് കയറിക്കൂടിയിരിക്കുന്ന ഈ 3 രോഗങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ ശാസിക്കുവാൻ കർത്താവിനോട് പറയുക. അവൻ കായീന്റെ വഴിയിൽ നടന്നു. ബലാമിന്റെ തെറ്റിലേക്ക് ഓടി. കോരഹിന്റെ മത്സരത്തിൽ നശിച്ചു. അവൻ കായീന്റെ വഴി. എന്താ കായീന്റെ വഴി? കായീൻ ആരാധിച്ചു. പക്ഷേ ഹൃദയം ശരിയായിരുന്നില്ല. പുറമേ യാഗമുണ്ടായിരുന്നു, അകത്ത് അസൂയ ഉണ്ടായിരുന്നു. ഇന്ന് സഭയിൽ പോലും ഇത് സംഭവിക്കാം. ഇത് അനേക കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാധന നടക്കാം, പക്ഷേ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്ന. സന്ധ്യാപ്രാർത്ഥനയുണ്ട്, പ്രഭാത പ്രാർത്ഥനയുണ്ട്, പക്ഷേ കൂടെ ആയിരിക്കുന്ന ജീവിതങ്ങളുടെ കൂടെ ഒരു കട്ടിലിൽ കിടക്കുന്നുണ്ടെങ്കിലും ഹൃദയമാകുന്നല്ലേ. ഒരു കൂരയ്ക്കകത്തായിരിക്കുന്നതെങ്കിലും അകത്ത് അസൂയയും കുശുമ്പും ഉന്നായ്മയുമല്ലേ. ഇത് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ ആരാധനയിൽ സ്നേഹമുണ്ടോ? നിന്റെ ആരാധനയിൽ ക്ഷമയുണ്ടോ? നിന്റെ ആരാധനയിൽ വിശുദ്ധിയുണ്ടോ? എന്താ ബലാമിന്റെ തെറ്റ്? ബിലെയാം ദൈവത്തിന്റെ ശബ്ദം കേട്ടവനായിരുന്നു,
പക്ഷേ പണത്തിന്റെ ശബ്ദം പിന്തുടർന്നു. ഇന്നും ഇതേ ഗതിയല്ലേ? അഭിഷേകമുണ്ടായിരുന്നു, എന്നാൽ സമർപ്പണം നഷ്ടപ്പെട്ടു. ഇതാണ് ഏറ്റവും അപകടകരമായ അവസ്ഥ. ശുശ്രൂഷ ചെയ്യാം, വചനം പറയാം, അത്ഭുതങ്ങൾ പോലും സംഭവിക്കാം, എന്നാൽ ഹൃദയം ദൈവത്തിൻ്റെതല്ലെങ്കിൽ അവസാനം വീഴ്ച സംഭവിക്കാം. ഹല്ലേലൂയ. കോരകിന്റെ മത്സരമല്ല. ആമേൻ. കോരക് ചോദിച്ചതാ, എന്തുകൊണ്ട് മോശ മാത്രം? പ്രിയരെ, ഇത് വെറും ചോദ്യമല്ല. ആമേൻ. ഇത് ദൈവം സ്ഥാപിച്ച ക്രമത്തിനെതിരായ മത്സരമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അഹങ്കാരം ഒരിക്കലും ആത്മീയ വളർച്ചയിലേക്ക് നയിക്കില്ല. പ്രിയരെ, ആമേൻ, അതെ, വളർച്ചയിലേക്ക് ആമേൻ നയിക്കുന്നത് ഹല്ലേലൂയ വിനയമാണ്. വിനയമാണ് ഉയർച്ചയുടെ വഴി. യേശു തന്നെ പറഞ്ഞില്ലേ, ആമേൻ, തന്നെത്താൻ താഴ്ത്തുന്നവൻ ദൈവത്താൽ ഉയർത്തപ്പെടും. ഇന്ന് രാത്രി വചനത്തിന് മുമ്പിൽ ആരും തങ്ങളെ തന്നെ സമർപ്പിച്ചു. അവനെ ഇന്ന് രാത്രി സ്വർഗം ഉയർത്താൻ പോവുകയാണ്. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഇന്ന് രാത്രി യൂദയുടെ ലേഖനത്തിലൂടെ ദൈവം ചിലരെ ദൈവത്തിന്റെ ചലിപ്പിക്കുകയാ. അവൻ ചില ജീവിതങ്ങളെ, ചില തലമുറകളെ ദൈവം ഉയർത്താൻ പോകുക. ചില മേഖലക്കകത്ത് നിന്ന് ദൈവം വിടുവിക്കുവാൻ പോകുകയാണ്. ആമേൻ. സിയോൻ, ആമേൻ, ഫെലോഷിപ്പിലെ ഷാജി പാസ്റ്ററെ, ഹല്ലേലൂയ, വചനമാണ് നമ്മളെ നിലനിർത്തുന്നത്, വചനമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്. വലിയ കൂട്ടമേ നല്ല കർത്താവ് പറഞ്ഞത്, ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട. ആമേൻ. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. അതേ, സഭയുടെ ഉത്പ്രാപണത്തിന് മുമ്പ് 7 സഭകളോട് ദൂത് പറയുക. ലോകത്താനെ വിളിച്ചതുപോലെ വിളിക്കപ്പെട്ട അഭിഷക്തരെ, സഭയുടെ ഉത്പ്രാപണത്തിന് മുമ്പ് ചില ശുദ്ധീകരണത്തിനാ നിന്റെ ആദരത്തെ, യേശുവിന്റെ ആദരത്തെ തൊട്ടതുപോലെ ചില പ്രവചന ശബ്ദങ്ങൾ ആദരത്തിലൂടെ കേൾക്കുമ്പോ ചുമറിന് നേരെ തിരിഞ്ഞ് നിലവിളിച്ചപ്പോ ആയുസ്സിനെ ദീർഘമാക്കി കൊടുത്തതുപോലെ അഭിഷക്തരെ, നിന്റെ ശുശ്രൂഷയിലൂടെ ചില ജീവിതങ്ങളെ ദൈവത്തിലേക്ക് തിരിക്കുക മാത്രമല്ല, ആയുസ്സിനെ, ആരോഗ്യത്തെ ദീർഘമാക്കി ജീവനോട് ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർദ്ധിക്കുന്ന ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുന്ന അഭിഷേകത്തിന്റെ ശുശ്രൂഷ കൈമാറ്റം സംഭവിക്കുന്നു. ആമേൻ. യൂദയുടെ ആമേൻ ആ ലേഖനത്തിലെ 12-13 വാക്യം. ഹല്ലേലൂയ. യൂദ വ്യാജ ഉപദേശകരെ പല രൂപങ്ങളിൽ അവൻ ചിത്രീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. അവർ വെള്ളമില്ലാത്ത മേഘങ്ങൾ, ഫലമില്ലാത്ത മരങ്ങൾ, കടലിന്റെ നുര പോലെ അലഞ്ഞു തിരിയുന്ന നക്ഷത്രങ്ങൾ. പ്രിയരെ, ഇതിന്റെ അർത്ഥം കാണാൻ മനോഹരമാണ്, പക്ഷേ അതിൽ ജീവനില്ല. സ്തോത്രം. വാഗ്ദാനമുണ്ട്, പക്ഷേ നിറവില്ല. രൂപമുണ്ട്, പക്ഷെ ശക്തിയില്ല. ഇന്നത്തെ സഭയ്ക്കുള്ള ചോദ്യം, നമ്മുടെ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടോ? നമ്മുടെ ഭവന പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടോ? അല്ലെങ്കിൽ വെറും കലാപരിപാടികളായി അവസാനിക്കുകയാണോ? നമ്മുടെ ജീവിതത്തിൽ ഫലമുണ്ടോ? അല്ലെങ്കിൽ ഇലകൾ മാത്രമാണോ? യേശു അത്തിവൃക്ഷത്തോട് പറഞ്ഞു തോർക്കുക, സ്തോത്രം, ഇലകൾ മാത്രം പോരാ, ഫലം വേണം. യൂദയുടെ ലേഖനം 14-15 ഹല്ലേലൂയ കാണുവാൻ കഴിയുന്നത് ഹാനോക്കിന്റെ പ്രവചനമാണ്. ഹല്ലേലൂയ. പ്രിയരെ, കർത്താവ് വരുന്നു, ആയിരക്കണക്കിന് വിശുദ്ധന്മാരോട് കൂടെ വരുന്നു.
ഇത് വെറും ചരിത്രമല്ല, ഇത് സഭയുടെ ഭാവിയാണ്. യേശുവിന്റെ രണ്ടാം വരവ് യാഥാർത്ഥ്യമാണ്. സഭ ഉറങ്ങാനുള്ള സമയം കഴിഞ്ഞു. ഇപ്പോ ഉണരാനുള്ള സമയമാണ്. ഇന്ന് രാത്രി സ്വർഗം ചിലരെ ഉണർത്തുന്ന രാത്രിയാണ്. കൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങുകയല്ല, മതി എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ നോക്കിയ അഭിഷക്തനെ ശക്തീകരിച്ച ദൈവം ഇന്ന് രാത്രി ചിലരെ ശക്തീകരിക്കുന്നു. ആരുടെയോ ഭീഷണിയുടെ മുമ്പിൽ ഇന്നലകളിൽ ശുശ്രൂഷിച്ച, ഇന്നലകളിൽ പ്രവചിച്ച, ഇന്നലകളിൽ ദർശനം കണ്ട ചില ജീവിതങ്ങൾ മതി എന്ന് പറഞ്ഞിരിക്കുന്നതിന് ഇന്ന് രാത്രി ശക്തീകരിക്കുന്ന രാത്രി. നിനക്ക് എന്താ ഇവിടെ കാര്യം? എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. സഭ ഉറങ്ങാനുള്ള സമയം കഴിഞ്ഞു. നിനക്കെന്ത് ഇവിടെ കാര്യം? ബാലൻ ഇരിക്കുന്നിടത്ത് അവൻ ഉറവയെ തുറന്നിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ കരച്ചിലിന്റെ ശബ്ദം ഞാൻ കേട്ടിരിക്കുന്നു. അവൻ കിടക്കുന്നിടത്ത് ആരും തുറക്കാത്ത ഉറവേ, ആരും അടയ്ക്കാത്ത നിലയിൽ ഞാൻ തുറന്നിരിക്കുന്നു. യൂദയുടെ ലേഖനം 16 വാക്യത്തിൽ പരാതി പറയുന്നവരും കുറ്റം കണ്ടെത്തുന്നവരും അല്ലെ? ഹല്ലേലൂയ. ഇതാണ് അവസാന കാല മനോഭാവം. ഹല്ലേലൂയ. എന്നാൽ ആത്മാവിൽ നടക്കുന്ന മനുഷ്യൻ പരാതിക്കാരനാണ്. അല്ലെങ്കിൽ എപ്പോ നോക്കിയാലും ഭർത്താവിനോട് പരാതി, എപ്പോ നോക്കിയാലും ഭാര്യയോട് പരാതി, എപ്പോ നോക്കിയാലും സഭയിലെ പാസ്റ്ററോട് പരാതി, എപ്പോ നോക്കിയാലും പരാതി പെട്ടി മാത്രം തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അനുഭവത്തിൽ നിന്ന് കൃപയുടെ സാക്ഷ്യം പറയാൻ ഇന്ന് രാത്രി കൃപയുടെ സാക്ഷ്യം പറയാൻ ചിലരെ കണ്ണുകൾ തുറന്ന് ദൈവം ചിലരെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുന്ന രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ച് പ്രാപിക്കാൻ തയ്യാറായിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പരാതിക്കാരനല്ല, സ്തോത്രം. ആത്മാവിൽ നടക്കുന്നവൻ പരാതിക്കാരനല്ല, അവൻ സ്തോത്രക്കാരനാണ്, സ്തോത്രക്കാരനാണ്. ഹല്ലേലൂയ. ഇതല്ലോ നമ്മെ കുറിച്ചുള്ള പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. സ്തോത്രം പറയണം, സ്തോത്രം പറയണം, സ്തോത്രം പറയണം. ഹല്ലേലൂയ. പരാതി വിശ്വാസത്തെ ക്ഷയിപ്പിക്കും. സ്വോത്രം വിശ്വാസത്തെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ആത്മപരിശോധന നടത്താമോ? ഇന്ന് ഞാൻ ആരുടെ വഴിയിലാണ്? കൈയിന്റെ വഴിയിലാണോ? ബിലയാമിന്റെ വഴിയിലാണോ? കോരകിന്റെ വഴിയിലാണോ? അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വഴിയിലാണോ? ഹല്ലേലൂയ. ദൈവം ഇന്ന് നമ്മെ വിളിക്കുന്നത് ക്രിസ്തുവിന്റെ വഴിയിലേക്ക്. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ മെസ്സേജ് നിർത്തുകയല്ല. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ കർത്താവ് നിയോഗം തരുന്നതുകൊണ്ട് ആമേൻ. എല്ലാ കണ്ണുകളും അടയ്ക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കണമേ. തായിന്റെ അസൂയ ഞങ്ങളിൽ നിന്ന് നീക്കണമേ. ബിലയാമിന്റെ ലോപം ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. കോരകിന്റെ അഹങ്കാരം ഞങ്ങളിൽ തകർക്കണമേ. യേശുവിന്റെ വിനയം, വിശുദ്ധി ഞങ്ങളിൽ നിറയട്ടെ. വഞ്ചനയുടെ എല്ലാ ആത്മാക്കളിൽ നിന്നും സഭയെ കാത്തുകൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം. അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. യൂദയുടെ ആമേൻ ലേഖനത്തിൽ നിന്ന് ആമേൻ നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. അത് മുന്നറിയിപ്പിൽ നിന്ന് പ്രത്യാശയിലേക്കും, പോരാട്ടത്തിൽ നിന്ന് വിജയത്തിലേക്കും, ഭയത്തിൽ നിന്ന്
ദൈവത്തിന്റെ കാത്തു സൂക്ഷിക്കുന്ന കൃപയിലേക്കും നമ്മെ നയിക്കുന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ കൈമാറ്റത്തോടു കൂടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അത് യൂദയുടെ ലേഖനം 17 മുതൽ 25 വരെയുള്ള വേദഭാഗം. അതെ, സഭ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. സഭ കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുക. ഇന്ന് രാത്രി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. ചിലരെ കർത്താവിന്റെ വരവിനായി ഒരുക്കുവാൻ പോകുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത് മുന്നറിയിപ്പുകളാ. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരിക്കലും മുന്നറിയിപ്പ് മാത്രം നൽകുന്നില്ല, അവൻ വഴി കാണിച്ചു തരികയും ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ യൂദ ഇനി ചോദിക്കുന്നില്ല വഞ്ചന എവിടെയുണ്ട്. അദ്ദേഹം ചോദിക്കുന്നത് ഈ കാലത്ത് സഭ എങ്ങനെ നിലനിൽക്കും. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ ഓർക്കുക. ഹല്ലേലൂയ. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുമ്പ് പറഞ്ഞ വചനങ്ങൾ ഓർക്കുകയും. സഭയുടെ സുരക്ഷ പുതിയ ആശയങ്ങളിലല്ല കേട്ടോ. ഹല്ലേലൂയ. അത് വചനത്തിലാണ്. ആമേൻ. ഇന്ന് പലരും ചോദിക്കുന്നു പുതിയതെന്താണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു പഴയ സത്യത്തിൽ നീ ഉറച്ചു നിൽക്കുന്നുണ്ടോ. ഹല്ലേലൂയ. സുവിശേഷം മാറിയിട്ടില്ല, ക്രൂശ് മാറിയിട്ടില്ല, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി മാറിയിട്ടില്ല. മാറേണ്ടത് നമ്മുടെ ഹൃദയമാണ്. രാത്രി ചില ഹൃദയങ്ങളെ സ്വർഗം തിരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനോട് യേശു ചോദിക്കുന്നു, നിന്റെ മനസ്സിനെ തിരിക്കാൻ നീ തയ്യാറാണോ. അവൻ പഴയത് കണ്ടോണ്ടിരിക്കുകയാ. എന്നെ ഇറക്കാൻ ആരുമില്ല. അവൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാ. അവന്റെ കണ്ണുകൊണ്ട് പലരും സൗഖ്യമാകുന്നത് കാണുന്നുണ്ട്. ഇന്ന് സിസ്റ്ററെ, പരാതി പറയുന്നവര് പറയട്ടെ, അവൻ സമയം കളയുന്നവര് കളയട്ടെ. ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നു, നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ നീ കുളത്തിൽ ഇറങ്ങണ്ട, കരയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ ഞാൻ വന്നിരിക്കുകയാണ്. ഓ സിസ്റ്ററെ, ഇന്ന് രാത്രി ഞാൻ വന്നിരിക്കുന്നത്, അച്ചു ബ്രദറെ, ഞാൻ വന്നിരിക്കുന്നത് നീ ആയിരിക്കുന്നത് നിന്റെ ചരിത്രത്തെ തിരുത്താനാണ്, ചരിത്രത്തെ ചിന്തിക്കാനാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചോ, മാറേണ്ടത് നമ്മുടെ ഹൃദയമാണ്. ഇന്നത്തെ ആത്മീയ അവസ്ഥ, ഹല്ലേലൂയ, ലോകം സഭയെ മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ സഭ ലോകത്തെ മാറ്റാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോ. ഹല്ലേലൂയ. ലോകം സഭയെ മാറ്റാൻ ശ്രമിക്കുന്നു, പക്ഷെ സഭ ലോകത്തെ മാറ്റാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇരുട്ട് വെളിച്ചത്തെ മാറ്റുന്നില്ല, വെളിച്ചമാണ് ഇരുട്ടിനെ നീക്കുന്നത്. അതുകൊണ്ട് സഭ വെളിച്ചമായി ജീവിക്കണം. അതുകൊണ്ടാണ് യൂദാ 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ തന്നെ പണിയൂ. ഹല്ലേലൂയ. നിങ്ങളുടെ അതിവിശുദ്ധ ഹല്ലേലൂയ വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ പണിയും. ഈ വചനം വളരെ ആഴമുള്ളതാണ്. സഭ നിങ്ങളെ പണിയും. ശുശ്രൂഷകർ ഹല്ലേലൂയ നിങ്ങളെ പഠിപ്പിക്കും. പക്ഷെ അവസാനം നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ പണിയും. എങ്ങനെ? ദിവസേന വചനം വായിക്കും, ദിവസേന പ്രാർത്ഥിക്കുക, ദിവസേന ആത്മപരിശോധന നടത്തുക, പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുക. പേരില്ലാത്ത വൃക്ഷം കാറ്റിൽ വീഴും. വചനത്തിൽ വേരുവെച്ച വിശ്വാസി ഏത് കൊടുങ്കാറ്റിലും നിലനിൽക്കാം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ഇതാണ് അവസാനകാല സഭയുടെ ശക്തി. പ്രിയരെ, പ്രാർത്ഥന ഒരു ചടങ്ങല്ല. പ്രാർത്ഥന ദൈവവുമായി ജീവിക്കുന്ന ബന്ധമാണ്. പരിശുദ്ധാത്മാവിൽ അതേ പ്രാർത്ഥിക്കുന്ന സഭയെ സാത്താൻ ഭയപ്പെടും. കാരണം അവിടെ മനുഷ്യ ശക്തിയില്ല, പ്രാർത്ഥിക്കുന്നത് ദൈവശക്തിയാണ്. ഒരു ചോദ്യം, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന പതിവായോ? ഗൂഗിൾ മീറ്റിംഗ് പതിവായി നടക്കുന്നത് കൊണ്ട് അതിനിങ്ങനെ ഇരുന്ന് കേട്ടു പോകുകയാണോ? ഞായറാഴ്ച പതിവാണോ? സന്ധ്യ പ്രാർത്ഥന പതിവാണോ?
അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന തീരുമാനം ധ്വനിക്കുന്നതോ? പ്രാർത്ഥനയിൽ മരിച്ചാൽ വിശ്വാസം ക്ഷയിക്കും. വിശ്വാസം ക്ഷയിച്ചാൽ വിശുദ്ധി നഷ്ടപ്പെടും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ യാഗപീഠം വീണ്ടും ജ്വലിക്കണം. ദൈവ സ്നേഹത്തിൽ നിലനിൽക്കുകയും യൂദ 21 പറയുന്നു. യൂദ പറയുന്നത് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളി, നിങ്ങളെ തന്നെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. ലോകത്തിന്റെ വെറുപ്പ് അല്ലെങ്കിൽ വളരുന്ന കാലത്ത് സഭയുടെ സ്നേഹം വളരും. ക്രിസ്തുവിന്റെ സ്നേഹമില്ലാത്ത ആത്മീയത വെറും മതാധാരമാണ്. ഹല്ലേലൂയ. ആത്മാക്കളെ അവയെ രക്ഷിക്കുന്ന ദൗത്യം അവൻ സാധിക്കും. യൂദയുടെ ലേഖനം അവൻ 22, 23 അവൻ ചിലരെ കരുണയോടെ കൈപിടിക്കുക. അന്നമാറ്റി അവൻ അങ്ങനെ വിളിക്കാൻ കർത്താവർക്ക് യോഗം കൊണ്ട് പടക്കില്ലല്ലോ. ഹല്ലേലൂയ. അവൻ കരുണയോടെ കൈപിടിക്കുക. ഹല്ലേലൂയ. ചിലരെ തീയിൽ നിന്ന് പിടിച്ചെടുക്കുക. ഇത് വെറും സുവിശേഷ പ്രസംഗമല്ല, ഇതൊരു രക്ഷാപ്രവർത്തനമാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ യുവതലമുറയിൽ തീയിലേക്ക് നടക്കാൻ തുടങ്ങിയവരുണ്ടോ? ദൈവം പറയുന്നു, പോയി അവരെ തിരിച്ചടിക്കുക. സഭയുടെ ദൗത്യം കെട്ടിടം നിറയ്ക്കലല്ല, സ്വർഗം നിറയ്ക്കലാണ്. ഒരു മഹത്തായ പ്രത്യാശ യൂദ കൊടുക്കുന്നത്. യൂദ 24. ഇതാണ് ഈ ലേഖനത്തിന്റെ കിരീടം. ഇടരാതെ നിങ്ങളെ കാത്തുകൊള്ളുവാനും തന്റെ മഹത്വ സന്നിധിയിൽ കുറ്റമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാനും ശക്തിയായവന്. ഇവിടെ നമ്മുടെ പ്രത്യാശ പ്രിയ. ഹല്ലേലൂയ. നമ്മുടെ ശക്തിയല്ല, അവന്റെ ശക്തിയാണ്. നമ്മുടെ വിശ്വാസത മാത്രമല്ല, അവന്റെ കൃപയാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത്. ഇന്ന് രാത്രിയിലും ഈ കൂട്ടായ്മ ജീവനോടെ ഇരുന്ന് അവന്റെ വചനം കേൾക്കുവാൻ ആത്മാവിന്റെ ശക്തിയെ പ്രാപിപ്പാനിടയായി തീർന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ കൃപയാണ്. പിടിച്ചു നിർത്തുന്നത് നമ്മുടെ കൈകളല്ല, അവന്റെ കൃപയാണ്, അവന്റെ കലങ്ങളാണ്. അതുകൊണ്ട് നിരാശപ്പെട്ടു അവൻ ഇന്നും നിങ്ങളെ കാത്തുകൊള്ളുന്നു. പ്രിയരെ, 25-ാം വാക്യം, സകല മഹത്വം, സകല അധികാരം, സകല ശക്തി എന്നേക്കും നമ്മുടെ ദൈവത്തിന്. ഹല്ലേലൂയ. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിത ലക്ഷ്യം. പ്രിയരെ, യേശു മഹത്വപ്പെടും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പരിശുദ്ധാത്മാവ് ഒരു സഭയെ മാത്രമല്ല, ഒരു തലമുറയെ വിളിക്കുകയാണ്. അവൻ ഒത്തുതീർപ്പില്ലാത്ത ഒരു തലമുറ, പ്രാർത്ഥനയിൽ തീ പോലെ ജ്വലിക്കുന്ന ഒരു തലമുറ, വിശുദ്ധിയിൽ നടക്കാൻ തീരുമാനിക്കുന്ന ഒരു തലമുറ, വചനത്തിനു വേണ്ടി വില കൊടുക്കുന്ന ഒരു തലമുറ. നിങ്ങൾ ആ തലമുറയാകുമോ? Are you ready? നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ കുടുംബം ആ തലമുറയാകുമോ? നിങ്ങളുടെ സഭ ആ തലമുറയാകുമോ? എല്ലാ കൈകളും കർത്താവിലേക്ക് ഉയർത്തും. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പ് കണ്ണുകളോട് അടച്ചു. കർത്താവെ, ഞങ്ങൾ ഉണരും. എന്നോട് ചേർന്ന് പ്രഖ്യാപിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഉണരുന്നു. ഞങ്ങളുടെ വിശ്വാസം പുതുക്കപ്പെട്ടു. പ്രാർത്ഥനയുടെ അഗ്നി ജ്വലിക്കുന്നു. ഞങ്ങളുടെ വീടുകൾ ആരാധനയുടെ യാഗപീഠങ്ങളാകട്ടെ. ഞങ്ങളുടെ മക്കൾ ഈ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പരിശുദ്ധാത്മാവിനെ അനുഗമിക്കട്ടെ. ഈ തലമുറയിൽ വിശുദ്ധിയുടെ സാക്ഷികളോ ഞങ്ങളെ ഉയർത്തണമേ.